അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അങ്ങനെ അതാ നമ്മുടെ ഷമ്മാസ് മുഹ്സിൻ തങ്ങളുടെ അരികിലിരിക്കുകയാണ്. എന്തൊക്കെ ഷാമൂനെ, പിന്നെ എന്തൊക്കെയുണ്ട്, എന്താണ് സംഭവം? ഇതിപ്പോൾ രണ്ടാം ഭാര്യയല്ലേ നവാസ് ഖാൻ്റെ? അതെ, രണ്ടാം ഭാര്യയാണ്. ഓക്കെ ഓക്കെ. എനിക്കിപ്പോൾ എന്താ ഉമ്മാൻ്റെ പേരൊന്ന് കുഞ്ഞിക്കതിയ അല്ലേ? ആ അതെ, കുഞ്ഞിക്കതിയ. ഓക്കെ. ഉപ്പാൻ്റെ പേര് അത് വേണ്ട, ഇത് മതി. ചുരുക്കി പറഞ്ഞ അല്ല, ഈ കുഞ്ഞിക്കതിയ എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പോൾ അവിടെ ഉണ്ട്, ചെറിയൊരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. ആ ഓക്കെ ഓക്കെ. പിന്നെ സൗദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവളൊരിക്കലും ഒരു മാനസിക രോഗിയല്ല. ഇതിൽ മാനസിക രോഗി എന്നുള്ളൊരു ഇതേ കാണുന്നില്ല. അങ്ങനൊരു അസുഖമേ അവൾക്കില്ല. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് അവളുടെ മെൻ്റലി ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അതായത് കരുതി കൂട്ടി കൊടുത്ത, അതായത് ഇതിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളിപ്പോൾ മാനസിക രോഗം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചത്, അല്ലെങ്കിൽ മനസ്സിൻ്റെ ടെൻഷൻ കൊണ്ട്, ഒറ്റപ്പെടൽ കൊണ്ട്, അങ്ങനെ പിന്നെ ഒരു ഷോക്ക് കൊണ്ട് ആരെങ്കിലും പെട്ടെന്ന് മരണപ്പെട്ടു പോവുക, നഷ്ടപ്പെട്ടു പോവുക, അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വാർത്ത കേൾക്കുക, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ചിലവിൽ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതുണ്ട് മാനസിക രോഗം. പാരമ്പര്യമായിട്ടൊന്നും അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവർ മാനസിക രോഗിയാക്കി അങ്ങ് ചിത്രീകരിച്ച് കഴിഞ്ഞു. അതായത് ഇവർക്ക് എന്തൊരു മെഡിസിൻസ് എന്തൊക്കെ കൊടുത്തതൊക്കെ, രക്തത്തിൽ എന്തൊക്കെ കലർന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതിൻ്റേതായിട്ട് ചെറിയൊരു പ്രോബ്ലംസ് അവർക്കുണ്ട്. പെട്ടെന്ന് ഷമ്മാസ് പറഞ്ഞു, തങ്ങളെ ശരിയാണ്, അത് കാണുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായി അവളുടെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൾ പഴയ രീതിയിലേക്കാണ് തിരിച്ചു വരുള്ളൂ. പക്ഷെ ഇപ്പം അവൾക്ക് ഓർമ്മശക്തി കുറവ് അങ്ങനെയൊന്നുമില്ല. എങ്കിലും ചിലപ്പോൾ ചെറിയൊരു പൊട്ടത്തരം കാര്യങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷേ പിന്നെ ഇത് സംഭവം ചെയ്തിട്ടുള്ളത് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, കുടുംബത്തിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് ആരാ എന്തൊന്നും പറയാം, ഞങ്ങൾക്കത് പറ്റൂല. നമുക്ക് ചികിത്സിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ, വേറൊന്നും നമ്മൾ പറയൂല. എന്താ എന്നാൽ ഷമ്മാസ് പറഞ്ഞു, അത് എങ്ങനെയാണെങ്കിലും പഴയ രീതിയിലേക്കൊന്ന് എത്തിക്കിട്ടിയാൽ മതി. പിന്നെ അവളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് വല്ലാത്തൊരു മുഹബത്തുണ്ട് അവൾക്ക്. മുഹബത്തോ? അതെടാ, മുഹബത്ത്. എന്താ? കുടുംബത്തിലെ സുന്ദരനായൊരു യുവാവുമായിട്ട് ചെറിയൊരു അടുപ്പം തോന്നൽ, അവനെ സ്വന്തമാക്കണം എന്നൊരു തോന്നൽ, അവൻ്റെ കൂടെ കഴിയണം, അവൻ്റെ കൂടെ ഭാര്യയാണ് എന്നൊരു തോന്നൽ, അതവൾക്ക് സ്വാഭാവികമായിട്ടും അത് മനസ്സിൽ വെച്ച് അതങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. ശരിക്കും ഷമ്മാസിൻ്റെ മുഖത്ത് നോക്കി മുഹ്സിൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ഷാമോനെ, നിന്നെ കണ്ട പിന്നെ ഏത് പെണ്ണെ വീഴാത്തത്? തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഷാമോൻ, എന്താ തങ്ങൾ ഈ പറയുന്നത്? അല്ല, നിന്നോട് എന്തെങ്കിലും അവൾക്ക് തോന്നലുണ്ടോ? എന്തെങ്കിലും നിന്നോട് ഒരു കൂടുതലായിട്ടൊരു അടുപ്പം? തങ്ങളെ, അതെ, വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്നറിഞ്ഞ് എൻ്റെ അടുത്ത് ചാരി ഇരിക്കണമെന്നോ, തോളിൽ ചായണമെന്നോ, എടുക്കണമെന്നോ, അങ്ങനെ എന്തൊക്കെയോ. ഇപ്പോഴും അത് അങ്ങനെയൊക്കെ കൂടുതലായിട്ട്. അതാണ് സംഭവം. അതങ്ങനെ നിന്നോടുള്ളൊരു ഇഷ്ടം, അതായത് അവൾക്കൊരു ഇഷ്ടം എന്ന് വെച്ചാൽ നിന്നെ അവളുടെ സ്വന്തമാക്കണമെന്നൊരു തോന്നലും കൂടെ അവൾക്കുണ്ട്. നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ, പക്ഷേ നവാസിനേക്കാൾ കൂടുതൽ സ്നേഹം, അതായത് നിൻ്റെ ശരീരം കിട്ടുവാനാണ് അവൾ ആഗ്രഹിക്കുന്നത്, നിന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഷമ്മാസിന് വല്ലാത്തൊരു വിഷമായി. അത് എൻ്റെ ജ്യേഷ്ഠനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഓരോ പെണ്ണുങ്ങൾ, എത്ര പെണ്ണുങ്ങൾ. ഇപ്പം ഇന്നലെ കണ്ടില്ലേ ന്യൂസ്? എന്താ, 4 മക്കൾ ഉപേക്ഷിച്ച് 30കാരിയായ ഭാര്യ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി. 4 പിഞ്ചു മക്കളാണ്. അത്ര ചെറിയ കുട്ടിക്ക് 2 വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എന്താണ്? എല്ലാം ഉപേക്ഷിച്ച് പോവാണ്, ഏതോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോവുക. ഈ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച്. അവളുടെ സുഖം മാത്രമല്ലേ അവൾക്ക് ലക്ഷ്യം. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അത് അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് അമിതമായിട്ട് ഇതിനോടൊരു ആസക്തിയൊക്കെ ഉണ്ടാവുമ്പോൾ അവർക്ക് തെറ്റേതാണെന്ന് ശരിയേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പിന്നെ പ്രേമത്തിന് കണ്ണും കാതൊന്നുമില്ല എന്നൊക്കെ പറയില്ലേ? അതുപോലെ പ്രായമായവരാണെങ്കിലും. അല്ല ഷമ്മാസ്, നീ അത് കേട്ടില്ലേ? എന്ത് തങ്ങളെ? ഇന്നലെ മിനിയാന്നൊരു ന്യൂസ് നീ കേട്ടില്ലേ? അമ്മായിയമ്മ മരുമകൻ്റെ കൂടെ ഒളിച്ചോടിയത്.
എന്നിട്ട് അവിടെ പോയി കല്യാണം കഴിച്ചു എന്നോ? 4 വർഷത്തോളമായിരുന്നു അത്രേ മരുമകനുമായുള്ള അമ്മായിയമ്മയുടെ പ്രണയം. ആ മകൾ ചെറുതായിരിക്കും, മകളുമായി എന്ത് പ്രശ്നമൊക്കെ ഉണ്ടതുകൊണ്ട്. പക്ഷേ അമ്മായിയമ്മ ആകുമ്പോൾ കുറച്ച് പിന്നെ തണ്ടും തടിയും കാണാൻ കുറച്ച് ഗ്ലാമറൊക്കെ ഉള്ള താത്തയായിരിക്കും. പിന്നെ മരുമകന് ഇപ്പോഴത്തെ ചെക്കന്മാർക്കാണെങ്കിൽ വലിയ തള്ളാരായാലൊന്നും ഒരു കുഴപ്പമില്ല, അവർക്ക് ആൻറ്റിമാരാണത്രേ വലുത്, ആൻറ്റിമാർ. അപ്പോൾ അങ്ങനെയുള്ള ടീമുമാണ് ഇപ്പോൾ. പഴയ കാലം നല്ല ഒരുപാട് മാറിക്കഴിഞ്ഞു. അത്രക്കും വലിയ ഒരു തെറ്റെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തതല്ല അപ്പം അതൊക്കെ. സ്വന്തം മകളുടെ ഭർത്താവിൻ്റെ കൂടെ എന്താലേ, കേട്ടിട്ട് തന്നെ വല്ലാത്ത അതിശയം തോന്നുന്നു. ഭർത്താവിൻ്റെ കൂടെ മരുമകൻ്റെ കൂടെ എന്താലേ അമ്മായിമ്മ ഒളിച്ചോടുകയെന്ന് വെച്ചാൽ ആ ഏജ് ഡിഫറൻസ് മാത്രമല്ല, അവരുടെ ഒരു മനസ്സ് നോക്കിക്കേ. പക്ഷേ ബന്ധങ്ങളുണ്ടായിരുന്നു 4 വർഷത്തോളം എന്ന് ആർക്കറിയാം എന്തൊക്കെയാ. അപ്പോൾ ഏതായാലും വിവാഹം കഴിച്ച് പോയി എന്ന് പറഞ്ഞു. ആകപ്പാടെ ന്യൂസിൽ ഇപ്പോൾ അതന്നെയല്ലായിരുന്നോ? ഷാമുവും പറഞ്ഞു, തങ്ങളെ ഞാനതൊക്കെ കേട്ടു, അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ അങ്ങനെ അതൊക്കെ മനുഷ്യന്മാരെന്നല്ലേ. അപ്പോൾ എൻ്റെ ഷാമോനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിന്നെ അവൾ ഇനിയും അവൾക്ക് യാതൊരു മാനസിക പ്രോബ്ലം കാര്യങ്ങളും ഇല്ല കേട്ടോ ഈ കാര്യത്തിൽ. പക്ഷേ നിന്നെ കണ്ടിട്ട് അവൾക്ക് സഹിക്കണില്ല. നുസൈബയെ നീ കൂടുതൽ കെയർ ചെയ്യുമ്പോഴും അവളോടൊത്ത് ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഇവൾക്ക് എന്തൊക്കെയോ മനസ്സിനുള്ളിലൊരിത് വരികയാണ്. അതായത് എന്നെ സംരക്ഷിക്കുക എൻ്റെ ഭർത്താവ് ഇല്ലല്ലോ എന്നല്ല, ഉണ്ട്, പക്ഷെ ഇത്രമാത്രം കെയർ എൻ്റെ ഭർത്താവ് എന്നെ ചെയ്യുന്നില്ലേ എന്നൊരു തോന്നൽ. അങ്ങനെ ഒരു തോന്നൽ അവൾക്ക് നല്ല ഉണ്ട്. നിന്നിൽ നല്ലൊരു കണ്ണും വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് നിമിഷവും അവൾ പിടിച്ചടക്കും നിന്നെ. ഓർത്തോണ്ടി. തങ്ങളെ നിങ്ങളെന്തേ പറയണത്? അതായത് അല്ലേ, ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ പല രീതിയിലും ചതികളിൽ ഉൾപ്പെടുത്തും പലരും. അതായത് ഇപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൾ നിൻ്റെ റൂമിലേക്ക് അങ്ങ് കടന്നു വന്നു. നീ പ്രതീക്ഷിക്കാതെ നുസൈബയൊക്കെ ഇല്ലാത്ത സമയം അല്ലെങ്കിൽ പുറത്തായിരുന്ന സമയത്ത് നീ നിൻ്റെ ഷർട്ട് എടുക്കുവാനോ അല്ലെങ്കിൽ കുളിക്കുവാനുള്ള തോർത്തെടുക്കുവാനോ എന്തെങ്കിലും എടുത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വെറും ഒരു തോർത്തിൽ നീ ഇറങ്ങി വരുന്ന അവിടെ പോയിട്ട് എന്താ പറയുക, റൂമിൽ പോയിട്ട് തിരിച്ചു വരാൻ നിൽക്ക്. അങ്ങനെ എന്തേ ചെയ്യുന്നൊരവസ്ഥയിൽ സൗദ ഉള്ളിൽ എന്തായിരിക്കും? ആ നിമിഷം അവൾക്ക് വിളിച്ചു കൂകിയാൽ മതി ആളുകളുടെ ഇടയിൽ വഷളാക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നിനും മടിക്കാത്ത സ്ത്രീകളാണ്, പലതും ചെയ്യുമല്ലോ. അതെ, ആ നിമിഷം ഒന്ന് ഓടി വരണേ, എന്നെ ഷമ്മാസ് ഇതിനുള്ളിലേക്ക് പിടിച്ചു കൊണ്ടുപോയേ, അല്ലെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ പേരിനെന്തായി? നിങ്ങൾ തമ്മിൽ തെറ്റുകാരായി കഴിഞ്ഞു, നീ അവളെ ഉപദ്രവിച്ചതായി കഴിഞ്ഞു. അതിൻ്റെ പേരിൽ നിൻ്റെ ഭാര്യ, നിൻ്റെ ഉമ്മ, നിൻ്റെ ജ്യേഷ്ഠൻ നവാസ് അവരൊക്കെ നിന്നോട് പൂർണ്ണമായും തെറ്റിപ്പോകുന്നൊരവസ്ഥയായിരിക്കും. അതുകൊണ്ട് കുടുംബം കലക്കാനും ഇവർ മടിക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സെപ്പറേറ്റ് ആയിട്ട് അവർ താമസിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒന്നും എന്നുവെച്ചാൽ ചില സ്ത്രീകളുടെ ഒരു സ്വഭാവം തന്നെയാണ് സ്വന്തം ഭർത്താവിനേക്കാൾ മറ്റൊരുത്തിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയനെ സ്വന്തമാക്കണം. അവനാണ് കൂടുതൽ കരുത്ത്, അവനാണ് കൂടുതൽ സൗന്ദര്യം, അവനാണ് കൂടുതൽ കഴിവുള്ളത് എന്ന് കരുതിയിട്ട് ഭർത്താവിൻ്റെ അനിയനെ ആലോചിച്ചിട്ട് വെള്ളമിറക്കുക, അവനെ സോപ്പിടാൻ നോക്കുക. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. എത്രയോ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരു ഫാമിലി വന്നിരുന്നു. ഫാമിലി വന്നിട്ട് പറഞ്ഞു, ഇവർ എൻ്റെ ഒരു ഫാമിലി അല്ല കേട്ടോ, പല കേസുകളും വന്നിട്ടുണ്ട്. അതായത് ഇളയച്ചിയോട്, അതായത് ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയോട് ഭർത്താവിന് ഇഷ്ടമല്ല, പകരം മൂത്തച്ചിയോടാണ് ഇഷ്ടം. അങ്ങനെ നേരെ തിരിച്ച്. അപ്പോൾ മൂത്തച്ചിക്കും തന്നെ ഭർത്താവിനല്ല ഇഷ്ടം, ഭർത്താവിൻ്റെ അനിയനെ. അങ്ങനെ എത്ര കേസ്. ആ ഒരു കേസ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം, പക്ഷേ ഞാനത് നിന്നെ ഓർമ്മിപ്പിക്കാമെന്ന് മാത്രം. അതായത് ഭർത്താവ് ഗൾഫിൽ, ഭർത്താവിൻ്റെ അനിയന് നാട്ടിൽ. അപ്പോൾ ഈ പെണ്ണിന്, അതായത് മൂത്തച്ചിക്ക് 2 മക്കളുണ്ട്. ഇവരുടെ റൂം മുകളിലത്തെ നിലയിൽ 2 പേരുടേതും, ഭർത്താവിൻ്റെ അനിയൻ്റെതും മൂത്തച്ചിയുടേതും. ഇവളുടെ ഭർത്താവ് ഗൾഫിലും പോയില്ലേ. അപ്പോൾ പിന്നെ എന്തായി? മക്കളൊക്കെ വേഗം ഉറങ്ങിക്കഴിയും. ഇവന് രാത്രി 10-11 മണിയൊക്കെ ആകുമ്പോഴാണ് കയറി വരാറുള്ളത്. അപ്പോൾ ഇവളവിടെ ഡൈനിങ് ഹാളിൽ TV കണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അവന് മൂത്തച്ചിന്ന് വെച്ചാൽ നല്ല പ്രായമല്ലേ, ചെറിയ പ്രായമാണ്, ചെറിയ 2 മക്കളാണ്. ഭർത്താവ് ഇവിടെ അല്ല, പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ വെച്ച് നടക്കുന്ന പ്രായമാണ്. ഈ സമയത്താണ് ഭർത്താവിൻ്റെ അനിയനുമായിട്ട് അവർ നല്ല സംഭാഷണം, നല്ല ചിരിയും കളിയും വർത്താനും ഒക്കെ ഇങ്ങനെ കൂടുതലായിട്ടുണ്ടാകുമ്പോഴത്തേനും ഉമ്മ താഴെന്ന് പറഞ്ഞിട്ടുണ്ട്, പൊന്നു മോനെ
പൊന്നും മോളെ ക്ഷമിക്കണം, ഈ എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്തതാണ്, ഓന് പെണ്ണ് കെട്ടാത്തതുമാണ്. അപ്പം നിങ്ങൾ ലിമിറ്റ് പാലിക്കണം. എന്തോ മങ്ങൾ, ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനും അല്ലേ, എൻ്റെ ഏടത്തിയമ്മയല്ലേ എൻ്റെ മൂത്തച്ചി, എനിക്കെന്താ? അല്ല മോനെ, ബൈക്കുമ്മലൊക്കെ പോകുമ്പോഴേ ആൾക്കാരെന്തെങ്കിലും വിചാരിക്കും. ഇളയച്ചനും മൂത്തച്ചിയും കൂടെ ബൈക്കിൽ പോവുക, അതൊക്കെ സ്ഥിരമായിട്ട് അവർ പോകാറൊക്കെ ഉണ്ട്. പല സാധനങ്ങൾ വേണം, കുട്ടികൾക്ക് അത് വേണം, കുട്ടികൾക്ക് സുഖമില്ല, അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ ബൈക്കിൽ, പിന്നെ കാറിൽ, അങ്ങനെയൊക്കെ പോക്ക് തുടങ്ങിയപ്പോൾ തന്നെ ആളുകൾക്ക് സംശയമൊക്കെ തുടങ്ങുമല്ലോ. ഉമ്മയും ഉപ്പയും പറഞ്ഞു അത് വല്ലാതെ അങ്ങനെ പോകണ്ട, അതായത് ആൾക്കാർ പറയിലൊന്നുമില്ലെങ്കിൽ അവനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ പരമാവധി ഉപദേശിച്ചു കൊടുത്തു. പെങ്ങൾ വന്നപ്പോൾ പെങ്ങളും പറഞ്ഞു, മോനെ എടാ അവൾ എൻ്റെ മൂത്തച്ചിയാണ്, കൂടുതലായിട്ട് അവളോട് ഇടപഴകണ്ട കേട്ടോ. എന്താ ഇത്താത്ത നിങ്ങൾക്ക് ഇത്രമാത്രം ഒരു കുടുംബ ബന്ധം ഇത്രമാത്രം മോശമാക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഒരു വീട്ടിൽ കഴിയുന്നവരാ. എന്നാൽ ഉമ്മ പറയും, പൊന്നു മോനെ, കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ ഇബ്ലീസ് വന്ന് കയറുക. ഇബ്ലീസ് വന്ന് കയറേണ്ട. ആ ഉമ്മ വന്ന് എന്നോട് കരയാണ്. ഇബ്ലീസ് വന്ന് കയറൽ കുടുംബത്തിലാണ്. അതായത് എന്താ, അവിടെ ഒരു തെറ്റുകൾ നടക്കുകയാണെങ്കിൽ ഒരാളും അറിയില്ല. ജ്യേഷ്ഠൻ്റെ ഭാര്യ, അനിയന് എല്ലാം കൂടെയൊക്കെ മിക്സറായി നിൽക്കുന്ന വീടുകൾ ഉണ്ടാവുമല്ലോ. അതെ, ഇബ്ലീസ് എന്ന് വെച്ചാൽ നട്ടം തിരിഞ്ഞ് നടക്കുകയാണ്. എന്തെങ്കിലും ഒരു തെറ്റ്, എന്തൊക്കെ തന്നെയായാലും അവരെന്താ, ഇവർ മക്കൾ ഉറങ്ങും, രാത്രിയാകും, രണ്ടുപേരും ടി വി കണ്ടിരിക്കും, കുറേ നേരം സംസാരിച്ചിരിക്കും. അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കും, അവളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേഗം കട്ടാക്കും, ബിസിയാണ്, കുട്ടി ഉറങ്ങിയിട്ടില്ല, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ, അനിയൻ്റെ കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. രണ്ടാളും അങ്ങോട്ടും കൊണ്ട് ചിരിയും കളിയും സംസാരവും ടി വി കാണലും കണ്ട് എന്തായി, ഇപ്പോൾ ടി വി ആയാലും മൊബൈലായാലും ഫോണായാലും എന്തും കിട്ടാത്തതായിട്ടൊന്നുമില്ലല്ലോ. അവരുടെ ഇഷ്ടം പോലെയൊക്കെ എല്ലാം കണ്ട് എന്തൊക്കെ തന്നെയായാലും അവരങ്ങ് അടുത്തു എന്ന് പറയാം. എല്ലാത്തിനും ഇവൾക്ക് ഇവനെ വേണം. എവിടെ പുറത്ത് പോകണമെങ്കിൽ ഇവൻ്റെ വണ്ടിയിൽ, അങ്ങനെ ഫ്രണ്ടിലിരുന്ന് പോക്കും വരവും, ഒപ്പം കൂടി ചാരിരുന്ന് പോക്കും വരവും. ചുരുക്കി പറഞ്ഞാൽ എന്താ, അവൾ ഗർഭിണിയായി. ഗർഭിണി? അതെ, ഗർഭിണിയായി. എന്തായിരിക്കും കാരണം? എന്താ, ഇവരുടെ ഇഷ്ടം പോലെ ജീവിക്കുകയാണ്. മക്കൾ ഉറങ്ങിക്കഴിഞ്ഞു. താഴെ ഉമ്മയും ബാപ്പയും. കുറച്ച് പ്രായമായതുകൊണ്ട് ഒരിക്കലും അവർ മുകളിലേക്ക് കയറി വരില്ല. അവർക്ക് കാലിനൊക്കെ കുറച്ച് തളർച്ചയൊക്കെ ഉള്ള ആളുകളായിരിക്കുമല്ലോ, പ്രായമായ മുകളിലേക്ക് വരൂരല്ലോ. മുകളിലാണെങ്കിൽ മൂത്തച്ചിയും മക്കളും ഇളച്ചനും. അങ്ങനെ എന്തായി, മൂത്തച്ചി സംസാരിച്ച് പറഞ്ഞ് രണ്ടുപേരും മക്കൾ ഉറങ്ങിയതിന് ശേഷം രണ്ടുപേരും ഓരോരുത്തായി കിടക്കൽ. അത് ഇളച്ചൻ്റെ റൂമിലേക്ക് അവർ രണ്ടുപേരും അത് ഭാര്യയും ഭർത്താവായി അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഒക്കെ മക്കളടുത്തൊക്കെ വരും. അങ്ങനെ പലപ്പോഴും മക്കൾ ഉറങ്ങിപ്പോകൂലേ, ഇവർ രണ്ടുപേരും അതൊരു ഹോബിയായി. ഏതായാലും അവൾക്ക് അവളുടെ ഭർത്താവ് നാട്ടിലില്ല. ഇവനാണെങ്കിൽ പെണ്ണും കെട്ടാനായി മുട്ടി നിൽക്കുന്ന ആളാണ്, പെണ്ണ് കെട്ടിയിട്ടില്ല. എങ്ങനെയുണ്ട് രണ്ടും കൂടെ? രണ്ടും അടിപൊളിയായി. ചുരുക്കി പറഞ്ഞാൽ അവൾ ഗർഭിണിയായി. പിന്നെ ഇപ്പോൾ എന്തായി, ഗർഭം അലസിപ്പിക്കാൻ പോകാനുള്ള തിരക്കൊക്കെ ആയി തുടങ്ങി. എന്നാൽ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ജ്യേഷ്ഠന് ഗൾഫിൽ നിന്ന് വന്നു. ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് അവന് അവളെ റൂമിലോ അങ്ങനെ എന്തൊക്കെ തോന്നുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തൊക്കെ തന്നെയായാലും അവനെന്നെ ചെറിയൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പിന്നെ അവൾക്ക് ഹോസ്പിറ്റലിൽ പോകണം, അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ അവനത് കണ്ടുപിടിച്ചിട്ടുണ്ട്, സംഭവം എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ളത്. എന്നാൽ ആ നിമിഷം തന്നെ അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും ഇവിടെ നീ നിൽക്കരുത്, ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, എൻ്റെ മക്കളെയും നീ കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്തായി, ആ ചെക്കനും ആകെ വഷളായി. ഓന് നല്ല തല്ലൊക്കെ കിട്ടി ജ്യേഷ്ഠൻ്റെ. ഇവളപ്പം ആ ഒരു പടിയിൽ അങ്ങോട്ട് ഇറക്കി വിട്ടു. ശരിക്കും ആ ഒരു ഡ്രസ്സ് പോലും അവർക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ. ആ സമയത്താണ് ഇവനങ്ങോട്ട് കയറി വന്നത്. പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അതായത് സർപ്രൈസായിട്ട് കയറി വന്നു. വാതിലിന് മുട്ടി. മക്കളുണ്ട് രണ്ടുപേർ റൂമിൽ കിടക്കണ്, ഇവർ രണ്ടാളും മറ്റേ റൂമിൽ. എന്താ, ഭർത്താവ് നേരിട്ടാണ് അത് കണ്ടത്. ആദ്യം ആരൊക്കെ പെങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അത് നല്ലതല്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ഇത്രമാത്രം അപ്പോഴും ഭർത്താവും തെറ്റിദ്ധരിച്ചില്ല. അവൻ എൻ്റെ അനിയനല്ല, അവൻ അങ്ങനെ ചെയ്യും, അവർക്ക് സേഫ്റ്റി അല്ലേ, അവൾ ഉണ്ടായാലേ പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നേരിലിത് കണ്ടപ്പോൾ എന്തായി, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇറങ്ങാൻ പറഞ്ഞു. പിന്നീട് ഇനി ഒരിക്കലും എൻ്റെ മക്കളെ പോലും നീ കാണരുത്,
അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ട് എന്തായി? നിമിഷങ്ങൾ കൊണ്ട് ആ പെണ്ണിൻ്റെ ജീവിതം അങ്ങില്ലാതെയായി അല്ലേ? എത്ര സുഖസുന്ദരമായ മാളികയുടെ മുകളിൽ നിന്ന് ആസ്വദിക്കുകയായിരുന്നു ജീവിതം. അതിനിടയിൽ എന്തായി? അതെ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ പല രീതിയിലും ഉണ്ടാകും. എന്തായി പിന്നീട്? ആ പെണ്ണ്, ഈ മക്കൾ അനാഥമായി, ഇവന് പിന്നെ വേറെ പെട്ടെന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ ആ പെണ്ണ് ഏതൊരവസ്ഥയിലൊക്കെയാണ്. ഇങ്ങനെ ഇനി കല്യാണം കഴിഞ്ഞിക്കണോ എന്തോ അറിയില്ല. അപ്പോൾ ഇവിടെ വന്നൊരാളിനോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി, ശരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. ഷമ്മാസ്, നീ അവിടെ ഉള്ളിടത്തോളം കാലം, സൗദ അവിടെ താമസിക്കുന്നിടത്തോളം കാലം നിനക്കും അതൊരു ഭീഷണിയായിരിക്കും. അതായത് ഒന്നുമല്ല, നിന്നെ അവൾ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. നിൻ്റെ എന്തൊക്കെയോ അവൾ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിൻ്റെ പ്രവൃത്തികൾ, നീ നടക്കുന്നത്, നീ ഇരിക്കുന്നത്, നീ കുടിക്കുന്നത്, അതൊക്കെ അവൾ മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, അതെനിക്ക് പറയാനുള്ളൂ. പെട്ടെന്ന് കഴിയുന്നതും അവരെ വേറിട്ട് താമസിപ്പിക്കുകയാണ് നല്ലത്. എനിക്കൊന്നും ഉണ്ടായിട്ട് വരല്ല, ഞാൻ നല്ലത് പറഞ്ഞു തന്നതാണ്. ഇനി വല്ല പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇതിപ്പോൾ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിന്നെ നല്ലോണം അവൾ കണ്ണ് വെച്ചേക്കണേ. ഒരു പക്ഷേ നിൻ്റെ ഭാര്യ നുസൈബ, അവൾക്ക് നിന്നോട് ബഹുമാനമാണ്, സ്നേഹമാണ്. പക്ഷേ സൗദക്ക് നിന്നോട് അതൊന്നും മാത്രമല്ല, ഒരു തരം കാമമാണ്. അതെ, നിന്നെ സ്വന്തമാക്കണം, നിൻ്റെ ശക്തി അവൾക്ക് അറിയണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് സൗദക്കുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം നല്ലോണം. ചാൻസ് കിട്ടിയാൽ ഏത് നിമിഷവും, ഒരു പക്ഷേ യൂസുഫ് നബിയുടെ സുലൈഖ ബീവിക്ക് മോഹം അങ്ങേയറ്റം മൂത്തിട്ട് യൂസുഫ് നബിയുടെ കുപ്പായം കീറി. അവസാനം എന്ത് പറഞ്ഞു? എന്നെ കടന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതാണെന്ന് അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പെണ്ണുങ്ങളാണ് കാഞ്ഞ ബുദ്ധിയുള്ള ആളും, കാഞ്ഞ വളവത്തികളാണ് പെണ്ണുങ്ങൾ. അപ്പോൾ നമ്മുടെ സേഫ്റ്റി. അപ്പോൾ സൗദ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതൊക്കെ പറയാനുള്ളത്. മാനസിക രോഗം എന്ന സംഭവം അവർക്കില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു മെഡിസിൻസൊക്കെ അവർ ഓർമ്മ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? അതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ശരീരത്തിലുണ്ട്, അതിടക്ക് ഉണ്ടാവും. പക്ഷെ ഓർമ്മക്കുറവൊന്നും ഇപ്പോൾ ഒന്നുമില്ല. അതൊക്കെ ഡോക്ടറെ കാണിച്ച് മാറി എന്ന് പറഞ്ഞാൽ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. സംഭവം ഒന്നുമല്ല, നീ ശ്രദ്ധിക്കണം, അതേ പറയാനുള്ളൂ. ഓക്കെ. പിന്നെ അവരുടെ ഉമ്മാൻ്റെ കാര്യമൊക്കെ കുറച്ച് പോക്കന്നെയാണ് കേട്ടോ. അവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എനിക്കറിയാം, നമുക്ക് പറയാൻ പാടില്ല. പക്ഷേ ഒരാളത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാനും മടിക്കൂല. പിന്നെ കളവ് പറയാനൊന്നൊരു മടിയില്ലാത്ത ടീമൊക്കെയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണില്ല, അസ്തഗ്ഫിറുല്ലാ. അപ്പോൾ നീ ശ്രദ്ധിക്കുക, നീ നിൻ്റെ ശരീരം ശ്രദ്ധിക്കണം കേട്ടോ ഷമ്മാസേ. ഏത് നിമിഷവും നിന്നെ കീഴ്പ്പെടുത്താൻ അവൾ തയ്യാർ. നിൻ്റെ ഭാര്യയ്ക്കൊരു പക്ഷേ നിന്നെ അത്രമാത്രം ലൈംഗികപരമായിട്ടൊന്നും ഒരു പക്ഷേ അവൾക്ക് അതിനെക്കുറിച്ചൊന്നൊരു ഇതിൽ ഉണ്ടാവില്ല. പക്ഷേ അവളുണ്ടല്ലോ സൗദ, എന്തൊക്കെയോ അവളുടെ മനസ്സിലുണ്ട്. അതൊക്കെ നിന്നിലൂടെ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അതുമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാതെ പറയാനുള്ളൂ. അങ്ങനെയൊക്കെയാണല്ലേ. പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഞങ്ങളെ പേരിലൊക്കെ, അതൊക്കെ ഇനിയിപ്പോൾ അത് കോടതി വിധി അങ്ങനെ വന്നാലും ഇല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ക്ലിയർ ആയിക്കോളും, അതൊക്കെ തെളിയും കേട്ടോ. അതൊന്നും വൈകാതെ തെളിവുകളുണ്ടെങ്കിൽ നമ്മൾ പരമാവധി നികത്തുക. അത് പിന്നെ നമ്മൾ അതേ പറയാനുള്ളൂ എനിക്ക്. നമ്മൾ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ സത്യം വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതെവിടെയായാലും എപ്പോഴായാലും സത്യം ഏത് ഭാഗത്തുണ്ടോ അവിടെ വിജയിക്കണം. അങ്ങനെ എന്നാൽ ഞാനങ്ങോട്ട്, എനിക്ക് ചിലപ്പം കോടതിയിലേക്ക് പോകാനുണ്ടോ ഷാമോൻ? ഒന്നും കഴിച്ചില്ല, അല്ല മതി, എനിക്ക് ഫുഡ് ഞാൻ കഴിച്ചു, മതി. അല്ല ഇന്നിവിടെ തങ്ങിക്കൂടെ, നമുക്ക് കുറച്ച് സമയമൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നവരിടാ. എനിക്ക് സത്യം പറയുമ്പോൾ എന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു, എന്താ പറയുക, നമ്മൾ ദർസിലൊക്കെ പഠിച്ച ആ ഒരു ഇതാണ്. നമ്മൾ ഒരുമിച്ച് കിടന്നതും നമ്മൾ ഒരുമിച്ച് നടന്നതും നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും വല്ലാത്തൊരു വൈബായിരുന്നില്ലടാ അത്. സത്യമായിട്ടും ഷാമോനെ നിന്നെ കിട്ടിയപ്പോൾ എനിക്ക് സത്യമായി നിന്നെ എനിക്ക് വിടാൻ തോന്നില്ല. നീ വാടാ, 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നാ വരുമോ? അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം പ്ലീസ്. എനിക്ക് നീ ഉണ്ടാകുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. പെട്ടെന്ന് തങ്ങളുടെ ഉമ്മ അങ്ങോട്ട് വന്നു, മോനെ ഇതാ നിങ്ങൾക്ക് എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചോളി. ഉമ്മ അതിപ്പോൾ അല്ല മോന്, വാ കഴിക്ക്. ഇപ്പോൾ ഒന്നും അല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാട്ടോ. പിന്നെ നിന്നെ കിട്ടിയാൽ പിന്നെ മുഹ്സിൻ തങ്ങൾക്ക് യാതൊരു പ്രയാസം ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ സംസാരം കഴിയൂല. ഉമ്മ
എൻ്റെ കൂട്ടുകാരനെ വല്ല ചതിയിലും പെട്ടുപോയാലേ എൻ്റെ റബ്ബേ എനിക്ക് എന്തായിരിക്കും എൻ്റെ അവസ്ഥ. മുഹ്സിൻ തങ്ങളുടെ വാക്ക് കേട്ട് എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലമ്മ. എന്നാലും ചിലവർ വീട്ടിലേക്ക് അങ്ങോട്ട് വന്നു കൂടിയാലേ ശ്രദ്ധിക്കണം എന്ന് പറയാം. ആ അതെന്നെ മോനെ, സ്ത്രീകളെ ഷെറിൽ നിന്നൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അങ്ങനെ ഇത് ആ ഉമ്മ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഭക്ഷണം അതാ ഷമ്മാസ് കഴിക്കുന്നു. കാര്യം എല്ലാവർക്കുമായി ഉണ്ടാക്കുന്ന ഫുഡ് അവിടെ പാചകപ്പുരയിൽ. എന്നാൽ പ്രത്യേകമായി ഷമ്മാസ് വന്നു എന്നറിഞ്ഞപ്പോൾ ഉമ്മ തന്നെ ഉണ്ടാക്കിയതാണ്. ഉമ്മ അടുക്കളയിലേക്കൊന്നും ഇറങ്ങിയില്ല. എങ്കിലും ഉമ്മ ഷമ്മാസിന് വലിയ കാര്യമാണ് ഉമ്മക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചു. ഷാമോനെ പോവാണോ? എന്താ ഇന്നൊരു ദിവസം ഇവിടെ നിന്നൂടെ? നമുക്ക് കുറച്ചും കൂടെയൊക്കെ സംസാരിച്ചിട്ട്. എൻ്റെ പൊന്നും തങ്ങളെ, അവിടെ അത്രമാത്രം ആളുകൾ ഉണ്ടല്ലോ. ആ ഞാൻ അസിസ്റ്റൻറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവന് കുറേയൊക്കെ ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും എന്നെ കാണണം. എന്നാലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവനോട് പറഞ്ഞാലും അവനത് സെറ്റാക്കി കൊടുക്കും. ഞാൻ അത് പഠിച്ചത് തന്നെയാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ പോകുന്നത്. ഷാമോനെ, എനിക്ക് സത്യം പറഞ്ഞ് നിന്നെ വിടാൻ തോന്നുന്നില്ലടാ. തങ്ങളെ, ഞാൻ ഇന്ന് കോടതിയിൽ പോകണം കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ വരണ്ട്. അങ്ങനെ അതാ ഷമ്മാസ് അവിടെ നിന്ന് ഇറങ്ങുന്നു. മുഹ്സിൻ തങ്ങൾ കെട്ടിപ്പിടിച്ച് അവർ സലാം പറഞ്ഞു. അങ്ങനെ അതാ ഷമ്മാസ് ഇറങ്ങി. ഈ സമയം ഉമ്മ വിളിക്കുന്നു. ഹലോ മോനെ, എന്തായിടാ? ഹലോ. ആ ഉമ്മ, ഞാൻ വരാം ഇങ്ങോട്ട്. എന്തേ പ്രശ്നമുണ്ടോ? ഒന്നുമില്ലമ്മ. അല്ല സൗദിനെ കുറിച്ച് അതൊന്നും പ്രശ്നമല്ല. ഷമ്മാസ് അങ്ങനെയാണ് പറഞ്ഞത്. അല്പസമയത്തിന് ശേഷം ഷമ്മാസിൻ്റെ ഫോണിലേക്ക് അതാ നവാസ് വിളിക്കുന്നു. ഹലോ ഷാമോനെ, ഈ ഇവിടെ ഞാൻ ഒരു സ്ഥലം വരെ ഒന്ന് പോയി. എടാ ഇന്ന് കോടതിക്ക് പോകേണ്ട ദിവസമാണ്, വിളിപ്പിച്ചിക്കണ്. കോടതി പോവാണ്. ആണോ? നീയും വാ. ആ ആയിക്കോട്ടെ എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ കോടതിയിൽ ഹാജരായിരുന്നു തെളിവുകളുമായി. ഈ സമയം നവാസിനെയും വിളിപ്പിച്ചു. അതുപോലെ തന്നെ ഷമ്മാസിനെയും നവാസ് വിളിച്ചു. എന്നാൽ കുഞ്ഞിക്കതിയ നല്ല സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല. കയ്യിൽ തെളിവിൻ്റെ മാല, മോതിരം, വള അതൊക്കെയുണ്ട്. കുറച്ച് മണ്ണൊക്കെ പുരണ്ട രീതിയിൽ തന്നെയാണ് അതുള്ളത്. അതൊന്നും കഴുകി കഴിഞ്ഞിട്ടൊന്നുമില്ല. തൽക്കാലം അങ്ങനെ വെക്കട്ടെ. എന്തായാലും അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോലീസുമാർക്കൊക്കെ അതാണ് കൊടുക്കും ഞാൻ. അതൊന്നും കുഴപ്പമില്ല. ഏതായാലും മറ്റോലിപ്പോൾ എത്തിക്കണമെന്നാവോ. ഓരോരുത്തർ ഞാൻ കൊടുത്തതേനു. അതൊക്കെ കാട്ടി കൊടുക്കട്ടെ. എന്നിട്ട് ശരിക്കും കുഞ്ഞിക്കതിയ അന്ന് നല്ല പുതിയ ചുരിദാറൊക്കെ ധരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കാരണം കേസിൽ ജയിക്കല്ലേ. പിന്നെ അതുമല്ല, തെളിവ് കിട്ടിയിരിക്കണല്ലോ. തെളിവല്ലേ ഓൾക്ക് വേണ്ടിയത്. എന്ത് ചോദിച്ചാലും തെളിവെവിടെ അതാ ചോദിക്കണത്. കോടതി എന്ന് പറഞ്ഞാൽ തന്നെ തെളിവാണ്. ഓൾക്ക് നല്ലോണം തെളിയിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് ഒന്ന്. കുഞ്ഞിക്കതിയാനോടോ ഓലക്കളി. ശരിക്കും കോടതിയിൽ അതാ നെളിഞ്ഞു പിരിഞ്ഞിരിക്കുകയാണ് കുഞ്ഞിക്കതിയ. എന്താന്നില്ലേ, ബാക്കിയുള്ള പണ്ടും സ്വർണ്ണമൊക്കെ ഒന്നും കൂടി മുകളിലേക്കിട്ട് പണക്കാരത്തിനോടാ ഓലക്കളി. അത് പിന്നെ എന്നാൽ അല്പസമയത്തിന് ശേഷം നവാസ് അങ്ങോട്ടെത്തി. നവാസിനെ കുഞ്ഞിക്കതിയെ കണ്ടതും മുഖത്തേക്ക് തന്നെ നോക്കിയില്ല. വലിയ ജാടക്കാരിയെ പോലെ ഇരുന്നു. ഓൻ്റെ വിചാരം ഓൻ്റെ പൈസ കൊണ്ടാണ് ഇത് മുഴുവനൂ ഞാൻ കെട്ടിപ്പൊന്തിച്ചുണ്ടാക്കിക്കണെന്നാ. കുഞ്ഞിക്കതിയാൻ്റെ ബാപ്പാൻ്റെ വാപ്പേ വലിയ കോടീശ്വരൻ തന്നെയേനു. നല്ലോണം മുതലും പണം കൂടിയിട്ട് കുഴിച്ചിട്ടൊക്കേനു ഇത്രമാതിരി സ്വർണ്ണ നാണയങ്ങളൊക്കെ. എത്ര നിധികൾ. അതാണ് ഇപ്പോൾ കുഞ്ഞിക്കതി ഇട്ടുകൊണ്ട് എടുക്കുന്നത്. അല്ലാതെ ഇപ്പം നവാസിൻ്റെ ആ ഒരു നക്കാപ്പിച്ചല്ല. പുച്ഛഭാവത്തോടെ നവാസിനെ കുഞ്ഞിക്കതിയെ നോക്കി ഇപ്പം കാണാം. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഫോറൻസിക് വിദഗ്ധനും മറ്റ് 2 പോലീസുമാരും എത്തി. അവർ കുഞ്ഞിക്കതിയെ നേരെ നോക്കി ആകാംക്ഷയോടെ. കുഞ്ഞിക്കതി അവരോട് ചിരിച്ചു. എന്നാൽ ഈ തള്ള ചിരിച്ചു കൊളാക്കുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ കൂടുതൽ അടുപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പണി പോകുന്ന കേസാണ്. മിണ്ടാതെന്നോ കുറച്ച് അർജൻറ്റ് തന്നെ. എന്നാൽ ഷമ്മാസ് എത്തിയിട്ടില്ല. എന്നാൽ അതാ കോടതിയിൽ ജഡ്ജി വിചാരണ തുടങ്ങുന്നു. അല്ല കുഞ്ഞിക്കതിയ, നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് നിധി കിട്ടിയതാണ്, അല്ലാതെ ഒരിക്കൽ പോലും നവാസിൻ്റെ പണം കൊണ്ടല്ല എന്ന് മാറ്റി പറഞ്ഞല്ലോ. അതിന് തെളിവില്ലാതെ കോടതി വിശ്വസിക്കില്ല. തെളിവ് ഹാജരാക്കണം പെട്ടെന്ന് തന്നെ. അതാ പോലീസുകാർ. സർ, ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കുന്നു. അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് നിധി കിട്ടിയെന്ന് പറഞ്ഞ് തന്നത് ഈ ഒരു സ്വർണ്ണാഭരണങ്ങളാണ്. നിങ്ങൾക്കിതെങ്ങനെ കിട്ടി? ഞങ്ങൾ നിധി എടുത്ത ഭാഗം പരിശോധിച്ചപ്പോൾ
അവിടെ വീണ് കിടക്കുന്നതായിട്ട് കണ്ടു. മണ്ണൊക്കെ നല്ലോണം പുരണ്ടിരുന്നു ആകപ്പാടെ. അപ്പോൾ എന്തിനായിരുന്നു? മണ്ണിലാണോ നിധി? മണ്ണിലാണോ നിധി എന്ന് വെച്ചാൽ ഒരു കലത്തിലാണെന്ന് ഇവർ പറഞ്ഞിരുന്നു. പക്ഷെ എടുത്ത സമയത്ത് അതിൽ നിന്ന് തെറിച്ച് വീണതായിരിക്കാം. എവിടെ? അതിവിടെ ഹാജരാക്കൂ. അപ്പോൾ തന്നെ കോടതിയുടെ മുമ്പിൽ ആ വളയും മാലയും 2 മോതിരങ്ങളുമൊക്കെ ഹാജരാക്കുന്നു. ഇത് എവിടുന്നാ കിട്ടിയെന്ന് പറഞ്ഞത്? പൊന്നാര സാറേ, അതെ, എൻ്റെ വീട്, അതായത് എൻ്റെ ഭർത്താവിൻ്റെ വീട് ആണത്. പക്ഷെ ഭർത്താവിൻ്റെ പേരിലാണ്. ആ സ്ഥലമൊക്കെ എൻ്റെ ബാപ്പാൻ്റെതായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ് ഇയാൾ. എന്നിട്ടാണ് ഇപ്പോൾ ആ ഒരു പട്ടിണിക്കാരൻ്റെ കൂടെ കൂടിയിട്ടാണ് ഞാൻ അമ്മട്ടായത്. പക്ഷേ ഞാനിപ്പോൾ ആദ്യത്തെ രീതിയിൽ നിന്നൊക്കെ നടക്കുകയാണെങ്കിൽ നല്ല പൈസയായിരുന്നു എനിക്ക്. പിന്നെ ഏതായാലും ഒഴിവാക്കിയപ്പോൾ എനിക്ക് സമാധാനം. എനിക്ക് ഇഷ്ടം പോലെ നിധി ഉണ്ടല്ലോ, നിധി കിട്ടി എനിക്ക്. അതുകൊണ്ട് റാഹത്തായി. ഞങ്ങളെ ചെറിയ വീട്ടിലേ കഴിഞ്ഞിൻ്റെത്. നിധി കിട്ടിയപ്പോൾ ഞങ്ങളെ വീടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി. ഇതതിൻ്റെ ബാക്കി തെളിവ് ഇതാ, വളയും മാലയും അതൊക്കെ. ജഡ്ജിയുടെ മുന്നിലേക്ക് അത് ഹാജരാക്കുന്നു. എന്നാൽ അവിടെയുള്ള ഇതൊന്ന് ചെക്ക് ചെയ്യണം. ഇത് സ്വർണം തന്നെയാണോ? ആ സാറേ, എന്താ നിങ്ങൾക്ക് സംശയം? ഒന്ന് വരച്ച് നോക്കിയപ്പോൾ തന്നെ കുഞ്ഞിക്കതിയ വീണ്ടും പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഷമ്മാസും അങ്ങോട്ട് കടന്നു വന്നു. നവാസ് ഒന്നും മിണ്ടാതെ നിൽക്കണം. എന്തായിക്കാ? അവർ നിധി കിട്ടിയ തെളിവ് ഹാജരാക്കണം. ആയിക്കോട്ടെ, നമുക്കിപ്പോൾ എന്താ, നോ പ്രോബ്ലം, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഞാൻ അവളെ ഉപദ്രവിച്ചു എന്നതിൻ്റെ പേരിലൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്നറിയില്ല. കാരണം മാനസിക രോഗിയായ മകളെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ജാമ്യമില്ലാത്ത കേസായിരിക്കും എന്നൊക്കെ പറയണ്ടേ. എനിക്ക് നോ പ്രോബ്ലം. നവാസ്കങ്ങൾ വിഷമിക്കല്ലേ, ഒക്കെ നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ ഇവിടെ പറഞ്ഞു, ഇത് സ്വർണ്ണ മുക്കുപണ്ടമല്ലല്ലോ അല്ലേ? എൻ്റെ പൊന്നു സാറേ, നിങ്ങളാ ഒന്ന് നോക്കിക്കോളി, ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ നോക്കിക്കോളി. മണ്ണൊക്കെ നല്ലോണം പുരണ്ടിട്ടുണ്ടാവും. കാരണം ഇനിയിപ്പോൾ കുറേ നിധി കിട്ടാനുള്ളതാണ്. അത് അന്ന് എടുക്കണ കൂട്ടത്തിൽ തെറിച്ച് വീണതേക്കാരെ. ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾ പോലീസുകാർ പോലൊക്കെ വന്നുകാണ്ട് എടുത്തപ്പോൾ പോലീസേ തന്നെ അല്ലേ, നിങ്ങൾ കണ്ടിയിലപ്പോൾ അവിടെ നിധി എടുത്തൊക്കെ? അവരൊന്ന് മൂളി. കാരണം അവർക്കറിയാം എന്തെങ്കിലുമൊക്കെ കള്ളത്തരം, ഇവിടെ കൈക്കൂലി വാങ്ങിയ കള്ളത്തരമോ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ പണി പോകും, തൊപ്പി തെറിക്കുന്നറിയാം. അതുകൊണ്ട് തന്നെ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് പ്രത്യേകമായിട്ട് കോടതിയിൽ നമ്മൾ ആദ്യം തന്നെ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. എന്താ ചെയ്യുക, ഇതൊക്കെയാണ് അവസ്ഥ. എന്നാൽ അതാ കുഞ്ഞിക്കതിയുടെ ആ ഒരു സ്വർണം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അതിൽ ഉള്ളത് എന്തായിരിക്കും? ആ ഒരു സ്വർണത്തിൻ്റെ അളവ്, അതിൻ്റെ പഴക്കം, അത് ഉണ്ടാക്കിയ ഡേറ്റ്, അതിൻ്റെ ക്യാരറ്റ് 916, 22 ക്യാരറ്റ്, അതുപോലെ തന്നെ 18 ക്യാരറ്റ് എന്ന രീതിയിലുള്ള ആ ഒരു അതിൻ്റെ എംബ്ലം കാര്യങ്ങൾ അതെല്ലാം ചെക്ക് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ വിധി വിവരങ്ങളൊക്കെ വരുന്നത്. എന്തൊക്കെ തന്നെയായാലും അതാ സ്വർണം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. കുഞ്ഞിക്കതിയോട് പറഞ്ഞു, അപ്പോൾ തെളിവ് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് അറിയട്ടെ, എന്നിട്ട് മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. പൊന്നു സാറേ, പിന്നെ എൻ്റെ മോളുണ്ടല്ലോ സൗദ, ഓൾ മാനസിക രോഗിയാണ്. മാനസിക രോഗിയെന്ന് വെച്ചാൽ ഓൾക്ക് തീരെ സുഖമില്ലായിരുന്നു. എന്നിട്ട് ഓളെ ഇവന് നല്ലോണം പീഡിപ്പിച്ചേക്കണ്. ഓലെ പെരക്കാരും ഒക്കെ പീഡിപ്പിച്ചു, ഗൾഫിൽ നിന്നൊക്കെ പീഡിപ്പിച്ചിട്ടാണ് വന്നിട്ടത്. എന്നാൽ ഷമ്മാസ് പെട്ടെന്ന്, മാനസിക രോഗിയോ? ആരാണ് മാനസിക രോഗി? എൻ്റെ മോള് സൗദ, അവൾക്ക് മൂച്ചി പിരാന്തല്ലേ? അപ്പോൾ മാനസിക രോഗിയാണോ നിങ്ങൾ കെട്ടിച്ചു തന്നത്? ഞങ്ങളോട് ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പൊന്നു സാറേ, ചെറുപ്പത്തിലേ ഓൾക്ക് മാനസികമായിരുന്നോ? ഇപ്പോൾ തുടങ്ങിയോന്നല്ല. എന്നാൽ ശരിക്കും ഷമ്മാസിൻ്റെ ആ ചോദ്യം, അപ്പോൾ നിങ്ങൾ ചതിച്ചതാണല്ലേ ഞങ്ങളെ? എന്നാൽ പെട്ടെന്ന്, അതെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? മാനസിക രോഗിയാണ് നിങ്ങൾ ഇവർക്ക് കെട്ടിച്ചു കൊടുത്തതെന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ശരിക്കും കുഞ്ഞിക്കതിയ പെട്ടു എന്ന് തന്നെ പറയാം. മാനസിക രോഗിയായ മകളെ ഒന്ന് ഹാജരാക്കാൻ പറ്റുമോ? അവളെ ഒന്ന് ഹാജരാക്കിയിട്ട് അതും കൂടെ ഒന്ന് നോക്കാനുണ്ട്. പൊന്നു സാറേ, ഓള് വെയ്യാതെ എടുക്കണം. ഗുളിക കുടിച്ച് ഓൾക്ക് അമാന്തയിക്കണ്. ഓൾക്ക് നീച്ചാനും വയ്യ, ഇരിക്കാനും വയ്യ, മുണ്ടാനും വയ്യ, അങ്ങനത്തെ അവസ്ഥ ഇക്കണ്. തീരെ ഓൾക്ക് വയ്യ. ഓളെ നീ കൊണ്ടുവരൊന്നും വേണ്ട. അപ്പോൾ അവളെയല്ലേ 2 ദിവസം മുമ്പ് കൊണ്ടുവന്നത്? അതന്ന് ബലം എടുക്കൊണ്ട് ഓല് കാട്ടിക്കൂട്ടാൻ വേണ്ടി. ഇനി അവൾ കൊണ്ടുവരൊന്നും വേണ്ട. എൻ്റെ കുട്ടി മാനസിക രോഗിയാണ്, ഓളെ ബലം നല്ലോണം പീഡിപ്പിച്ചിക്കണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഓൽക്കുള്ള ശിക്ഷ എന്താ വെച്ചാൽ കൊടുത്തോളി. എന്നാൽ സാറേ, ഞാനങ്ങോട്ട് പോയാലോ? ഇനിയിപ്പോൾ വിചാരണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, ഒക്കെ ഞാൻ തെളിയിച്ചെന്നില്ലേ? കോടതിയിൽ അതാ കുഞ്ഞിക്കതിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. ഒക്കെ ഞാൻ
തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ല, ഇനി ഞാൻ പോയിക്കോട്ടെ, ഇനി ഞാൻ ഇവിടെ നിൽക്കണം, ഇനി ഇവലേറ്റ് എന്താ വെച്ചാൽ ആയിക്കോട്ടെ, എൻ്റെ മോളെ കഷ്ടപ്പെടുത്തിയതിനും അത് കാട്ടിക്കൂട്ടീനൊക്കെ ഇവർക്ക് തക്കതായ ശിക്ഷ ഏർപ്പെടുത്തിക്കോളി, ഞാൻ ജയിലിൽ കണ്ട് കയറ്റിക്കോടി ഓരോന്നിനാ. പുത്തൻ വീട് തറവാട്ടിൽ ഒരൊറ്റൊന്നും നിൽക്കരുത്, എല്ലാതാണ് ജയിലിൽ കയറട്ടെ, അതാ വേണ്ടിയത്. പിന്നെ അവനും സത്താറടക്കാം, ഓനിപ്പോൾ ഓല വലിയ ആളായിക്കണ്. പിന്നെ സാറേ ഒരു പരാതിയും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ മാപ്പിളേ ഇനി മക്കളി നോക്കാതെ വേറൊരുത്തിനെ കെട്ടിക്കാണ്ട് ഓളെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. മോളെ പ്രായമുള്ള ഒരു പെണ്ണിനെ കെട്ടിക്കാണ്ട് ഓളപ്പാണ് അയാൾ ജീവിക്കണത്. എന്താ ഓൻ്റെ സുഖിപ്പിക്കൽ, സുഖത്തിനും വേണ്ടി എന്തൊക്കെ ആ ചെറിയ പെണ്ണിനെ കെട്ടിക്കാണ്ട് 3-4 മക്കളും അയക്കണ്. അപ്പോത്തിന് ആ ഒരു കാര്യത്തിൽ എൻ്റെ ഭർത്താവ് നോക്കിയിട്ടുള്ള ചിലവിനും തന്നിട്ടില്ല. ആ കാര്യത്തിൽ മൂപ്പര് അറസ്റ്റ് ചെയ്തിക്കാണ്ട് നിങ്ങൾ ജയിലിൽ കയറ്റണം. കുഞ്ഞിക്കഥ ശരിക്കും അതാ കോടതിയിൽ നിന്ന് ഓരോന്ന് പുലുമ്പുകയാണ്. ശരിക്കും അവരുടെ ആ വാക്കുകൾ എല്ലാവർക്കും അരോചകമായി തോന്നി. സാറേ എന്നാൽ ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. നിങ്ങൾ ഇവിടെ സമർപ്പിച്ച തെളിവുകൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷണം വേണ്ടി വരും. എന്നിട്ട് അത് കൺഫേം ചെയ്തതിന് മാത്രം നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ. പിന്നെ മകൾക്ക് എന്തോ ഓർമ്മശക്തി ഇല്ലാതാവാനുള്ള മെഡിസിനെ കൊടുത്ത് കേസ് ബാക്കിയുണ്ടല്ലോ, പെട്ടെന്നങ്ങ് ഇറങ്ങി ഓടാൻ പറ്റില്ല, അതിൻ്റെ കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാണ്. അത് FIR ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കും. പെട്ടെന്നങ്ങ് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. സാർ ഞാൻ തെളിവൊക്കെ ഹാജരാക്കിയില്ല, അതൊക്കെ അത് അതിൻ്റെ വേറെ പലതും ഉണ്ട്. ആ ഒരു മകള് തന്നെ നിങ്ങളെ ഭയന്ന് കരയുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മകളെ പീഡിപ്പിച്ചത്, പൂട്ടിയിട്ടത്, അങ്ങനെയൊക്കെ ആയിട്ട് പലതും ഉണ്ടല്ലോ, പോലീസുകാർ തന്നെ പറഞ്ഞല്ലോ. അതൊക്കെ ആ ഒരു കേസൊക്കെ FIR ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പിന്നെ നിങ്ങൾക്ക് തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമല്ലേ. സാറേ അത് ഞാൻ ഇങ്ങനെ പെടുത്തല്ലേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ സ്വർണം പരിശോധന കഴിഞ്ഞ് ജഡ്ജിയുടെ മുന്നിലേക്കെത്തി. എന്തായിരിക്കും ആ ഒരു സ്വർണത്തിൻ്റെ അവസ്ഥ? അത് പുരാതന കാലത്തുള്ളതാണോ അതോ പുതിയതാണോ? എന്തൊക്കെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു സ്വർണത്തിന്മേൽ ഉണ്ടായിരിക്കും. എന്തായാലും കുഞ്ഞിക്കഥ രക്ഷപ്പെടുമോ അതോ ശിക്ഷിക്കപ്പെടുമോ? എന്താണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായം? കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.